ദേവസ്വം ബോർഡ് തന്നെ പിരിച്ചു വിടണമെന്നാണ്. ഒരാൾ മാത്രം വിചാരിച്ച് ഇതൊന്നും നടക്കത്തില്ല. പോറ്റി തന്നെ അത് കെട്ട കാര്യമാണ്, സഹിക്കാൻ പറ്റാത്തത്. കുറെ അധികം പോലീസുണ്ട് അവിടെ, ഇഷ്ടം പോലെ പോലീസുണ്ട്. പക്ഷേ ഈ സ്വർണം പോയത് മാത്രമാണ്. ദൈവത്തിന് പോലും നിൽക്കക്കളിയില്ലാത്തൊരു സമയമാണ്. അതെല്ലാ ജനങ്ങൾക്കും അറിയാം എന്താണ് അതിനകത്ത് നടക്കണേന്നാണ്. ദേവന്റെ ആഭരണങ്ങൾ കട്ടുകൊണ്ടുപോയവർക്ക് അത് ഇന്നല്ല നാളെ അതിൻ്റെതായുള്ള ശിക്ഷ കിട്ടുന്നുണ്ട്. കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ വിശ്വാസ കേന്ദ്രമായ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിഷയം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണല്ലോ. ക്ഷേത്ര സ്വത്തുക്കളുടെ സുരക്ഷയിലും ഭരണ സംവിധാനങ്ങളുടെ സുതാര്യതയിലും ഭക്തർ ആശങ്കാകുലരാണ്. ഈ വിഷയത്തിൽ പൊതുജനാഭിപ്രായം എന്താണെന്ന് നോക്കാം. അത് വളരെ ഒരു തെറ്റായ നടപടിയാണ്. കാരണം ഇത് വേലി തന്നെ വിളവ് തിന്നുന്ന ഒരിതാണ് അവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പം മറ്റുള്ളവരെ ഇനി പറയാൻ പാടുണ്ട്. ക്ഷേത്രത്തിലെ ഭരണാധികാരികൾ എല്ലാവരും കൂടെ ഒത്തുചേർന്നിട്ടാണ് ഈ ഒരു കവർച്ച നടത്തിയതായിട്ടാണ് ഇപ്പോൾ ഇതിന് അഭിപ്രായം. ദൈവത്തിന് പോലും നിൽക്കക്കളിയില്ലാത്തൊരു സമയമാണ്. നമുക്ക് അതിനകത്ത് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം അതിലാരാണ് കുറ്റക്കാര്? ഉദ്യോഗസ്ഥരുൾപ്പെടെ എല്ലാവരും കുറ്റക്കാരാണ്. ഭരണ സംവിധാനവും കുറ്റം തന്നെയാണ് ചെയ്യുന്നത്. അവരും കുറ്റക്കാരാണ്, ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണ്. പൊതുജനങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയാൻ, ആരിലും ഒരു വിശ്വാസം ഇല്ലാത്ത രീതിയിലേക്കാണ് പോകുന്നത്. ദൈവത്തിനെ മാത്രം വിശ്വസിച്ച് നമ്മൾ ചെല്ലുന്ന ഒരിടത്തേക്ക് അവിടെ ദൈവത്തിന് പോലും സ്ഥാനം കൊടുക്കുന്നില്ലാത്തൊരു ഭരണ സംവിധാനം എന്നുള്ളതല്ലേ. അതെല്ലാ ജനങ്ങൾക്കും അറിയാം എന്താണ് അതിനകത്ത് നടക്കണേന്നുള്ളത്. അത് നമ്മൾ എത്ര പറഞ്ഞാലും അത് നമുക്ക് തന്നെ പ്രശ്നമായിട്ട് വരും. അത് സത്യമായിട്ട് അവരുടെ വീഴ്ച മാത്രമാണ്. അത് നമ്മൾ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താതിരിക്കാൻ പറ്റത്തില്ല. കാരണം അവരത് അനുസരിച്ച്, കാരണം ഒരുപാട് പേര് നമ്മുടെ ഇവിടെ പത്മനാഭ ക്ഷേത്രത്തിലും ഒരുപാട് പോലീസ് നിൽപ്പുണ്ട്. എന്തുകൊണ്ടാണ് നിർത്തിയിരിക്കുന്നത്? അവിടെ അമ്പലത്തിനെ സേഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദേവസ്വം ബോർഡ് തന്നെ പിരിച്ചു വിടണമെന്നാണ്. ഇത് മൊത്തം അഴിമതിയും കള്ളത്തരങ്ങളാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ദേവസ്വം ബോർഡ് അങ്ങനെ സംഭവം വേണ്ട എന്നുള്ളതാണ്. ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യുന്നത് ശരിയായ രീതിയിലല്ല. അത് വിനിയോഗിക്കുന്നത് കാര്യമായിട്ടല്ല. അതാണ് വിഷയം. അയ്യപ്പൻ എന്നൊക്കെ പറയുമ്പോൾ അത്ര വിശ്വാസത്തോടെയല്ലേ എല്ലാവരും വരുന്നത്. അപ്പോൾ ഇങ്ങനെ കള്ളങ്ങൾ കാണിച്ച് പാർട്ടിയാണെന്നാണ് പറയുന്നത്. കുറേ പേരെ പിടിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ഒരു പ്രവണത അല്ല. ശബരിമലയിലെ സ്വർണം എന്ന് പറഞ്ഞിട്ട് കുറെ അധികം പോലീസുണ്ട് അവിടെ, ഇഷ്ടം പോലെ പോലീസുണ്ട്. പക്ഷേ ഈ സ്വർണം പോയത് മാത്രം അറിഞ്ഞില്ല. ഒരു പോറ്റയാണെങ്കിലും സ്വർണം അടിച്ചോണ്ട് പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവിടെ ഉള്ള സ്വർണം അവിടുത്തെ മാത്രമാണ്. അതിപ്പോ പോറ്റയാണെങ്കിലും പോലീസാണെങ്കിലും അത് നമ്മളിപ്പോൾ അവിടെ തൊഴാൻ വരുന്നത് ദൈവത്തിനുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. 18 പടി ചവിട്ടി കയറുന്നുണ്ടെങ്കിൽ ഭഗവാനെ കാണാനാണ്. അപ്പോൾ അവിടുത്തെ ഇതൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകണ അത്ര വല്ല പരിപാടിയല്ല. ഉദ്യോഗസ്ഥ ലോബി അവരൊരു കൈയടത്തിയതാണ് ഉദ്യോഗസ്ഥ ലോബി. ഇപ്പോൾ ദേവസ്വം ബോർഡിലായാലും പല ക്ഷേത്രങ്ങളിലായാലും ഉദ്യോഗസ്ഥന്മാർ അവരൊരു ഇതാണ്. അപ്പോൾ അവരൊക്കെ ഈ നമ്മളിപ്പം ദേവസ്വം ബോർഡിലായാലും പല അമ്പലങ്ങളിലായാലും സപ്ലൈ കോസ്റ്റിലൊക്കെ അവർ ഉദ്യോഗസ്ഥന്മാരൊക്കെ അതിൻ്റെ ഇത് എമൗണ്ട് കിട്ടുന്നുണ്ട്. അവരിപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധനം ഇപ്പോൾ വച്ചില്ലെങ്കിൽ അതിൻ്റെ സപ്ലൈ കോസ്റ്റിൽ അവർ ചെയ്തെടുക്കുന്നുണ്ട്. അത് വലിയ കഷ്ടമായി പോയി. പോറ്റി തന്നെ അത് കെട്ട കാര്യമാണ്, സഹിക്കാൻ പറ്റാത്തത്. നമ്മളെല്ലാം ആരാധിക്കാൻ എന്നിട്ട് ഇങ്ങനെ ചെയ്ത് കുറ്റക്കാരാണ്. അവരെല്ലാം കുറ്റക്കാരിയാണ്. അവരെ ഇതില്ലാതെ ചെയ്യൂലല്ലോ. ദേവന്റെ ആഭരണങ്ങൾ കട്ടുകൊണ്ടുപോയവർക്ക് അത് ഇന്നല്ല നാളെ അതിൻ്റെതായുള്ള ശിക്ഷ കിട്ടുന്നുണ്ട്. കാരണം ഞാനിപ്പോൾ പോയിട്ട് വന്നതേ ഉള്ളൂ, മലയ്ക്ക് പോയിട്ട് വന്നതേ ഉള്ളൂ. മുടിയും വീട്ടില്ല, അടിയും മുടിയില്ല ഒന്നും ചെയ്യും. അതുകൊണ്ട് ദേവനോട് കളിക്കുന്നവർക്ക് അതിനുള്ള ശിക്ഷ കിട്ടും എന്നുള്ളൊരു വിശ്വാസമാണ് പിന്നെപ്പോഴുള്ളൊരു ഭക്തന്. ശബരിമലയിൽ ശാന്തി ആയിരുന്നാലും കീഴ്ശാന്തി ആയാലും അവിടുത്തെ ദേവസ്വം ബോർഡായിരുന്നാലും പിന്നെ മറ്റ് ഉദ്യോഗസ്ഥ തലത്തിലായിരുന്നാലും ഇവരെല്ലാം അറിഞ്ഞേ എന്ത് കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല ഒരാൾക്ക് മാത്രം അവിടെ നിന്ന് ഇങ്ങനെ ഈ പാളികളും ഇതൊക്കെ എടുത്ത് കൊണ്ടുപോകാനും മറ്റൊന്നും യാതൊരു ഇതുമില്ല. എന്താണ് വിശ്വാസത്തിന് ഒരു ഇല്ലാതാക്കുന്ന ഇതാണ്. ഇപ്പൊ തന്നെ മനസ്സ് എന്തുമാത്രം ഇടിഞ്ഞ് എന്ത് സങ്കടം അവരും ഓട്ടിച്ചോണ്ട് പോയി. ഇപ്പൊ 5 ദിവസ പ്രശ്നം ഈ ഗവൺമെന്റ് ഇങ്ങനെ കാണിക്കുന്ന മക്കൾ 6 എല്ലാവരും കയ്യിൽ പങ്കിട്ട് കൈയിട്ട് വാരി ഓത്തിക്കൊണ്ട് ഇനി അടുത്ത് എന്തെങ്കിലും ഒരു കുരിപ്പുണ്ടാക്കിക്കൊണ്ട് വരും. ഒരാൾ മാത്രം വിചാരിച്ച് ഇതൊന്നും നടക്കത്തില്ല. ഗവൺമെന്റും എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നിന്നതുകൊണ്ടാണ് ഈ ഒരു ഇത് നടന്നത്. ഇപ്പം സമൂഹമേ അങ്ങനെയാണ്. എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ട് പല രീതിയിലും ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും.